ടീച്ചർക്കെതിരെ ഒരു ബോംബ് വരുന്നുണ്ട് എന്ന് എന്നോട് പറയുന്നത് ഇവിടുത്തെ പ്രാദേശികമായൊരു നേതാവാണ്. കോൺഗ്രസിനെ UDF-നെ എല്ലാവരും ഒന്നും മോശക്കാരെയൊന്നും കാണുന്നില്ല, നല്ല പ്രവർത്തകരുണ്ട്. ഇപ്പം അതായത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ വളരെ മോശമായ പ്രതികരണങ്ങൾ വരുന്നു, പോസ്റ്ററുകൾ വരുന്നു. പിന്നെ ഒരു 10-70 വർഷം എന്തിനാണ് ജീവിച്ചതെന്ന് പോലും അറിയാത്ത തരത്തിൽ നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ളൊരു വ്യക്തിയുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് കാര്യങ്ങൾ വരുന്നു. അദ്ദേഹം ഇവിടെ സ്പോർട്സിൽ കമൻട്രി പറയുന്നത് പോലെ ഇതാ ഇപ്പോൾ നടക്കുകയാണ്, മറ്റതാണ്, ആളുകൾ വരുന്നു, ചവിട്ടിപ്പൊളിക്കുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെ വളരെ തരംതാണ്. എനിക്ക് തോന്നുന്നു കേരളം നമ്മൾ എത്രയോ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന എല്ലാ കാര്യത്തിലും നിൽക്കുന്നൊരു സമൂഹം. ഇനിയും മാറേണ്ടത് ഈ സ്ത്രീകളോടുള്ള മനോഭാവം, സ്ത്രീകളോടുള്ള കാഴ്ചപ്പാടിൽ നമ്മൾ എത്രയോ ലോ ആണ്. അപ്പം അതിൽ മാറ്റം വരുന്നില്ല എന്നുള്ളതിന് തെളിവാണ് ഈ കാണുന്ന ചില കാര്യങ്ങൾ. ഗവൺമെൻറ് പല കാര്യങ്ങളിലും അത് ശ്രമിക്കുന്നുണ്ട്. കേരള സമൂഹത്തെ മാറ്റുന്നതിന് വേണ്ടി, ഒരു തുല്യമായ സമൂഹത്തെ ഉണ്ടാക്കുന്നതിന് വേണ്ടി. അത് പ്രത്യേകമായിട്ടല്ല, ഭരണഘടനാപരമായി. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഉയർന്ന തലത്തിലേക്ക് ചിന്തിക്കുന്ന ആശയമാണ്. പക്ഷേ ഭരണഘടനാപരമായി ഡിഗ്നിറ്റി ആയിട്ടുള്ള ലൈഫ് എൻജോയ് ചെയ്യാൻ ജെൻഡർ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും അവകാശമുണ്ടെന്ന് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെല്ലാവരും, മാധ്യമ രംഗത്ത് നിൽക്കുന്നവർ, പൊതുപ്രവർത്തകരായിട്ടുള്ളവർ, സാമൂഹ്യ പ്രവർത്തകർ, ഈവൻ കുടുംബം ഇതിലൊന്നും ഒഴിച്ചെടുത്താൻ പറ്റില്ല. അവിടെ നിന്നാണല്ലോ നമ്മളൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു ബോധ്യം, പരസ്പര ബഹുമാനം, പരസ്പര അംഗീകാരം ഒക്കെ നമ്മളുടെ ഇടയ്ക്കുണ്ടാവും. പ്രവർത്തകരായിട്ടുള്ള സ്ത്രീകളടക്കം ഇടയ്ക്കിടയ്ക്ക് നേരിടുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ. നേരിട്ട് തന്നെ അറ്റാക്ക് ചെയ്യല്ലേ? അത് ഈ ബോധം വെച്ചിട്ടാണ്, ഈ പുരുഷാധികാര മൂല്യബോധം നമ്മുടെ സമൂഹത്തിലുള്ള ഉണ്ടായിരുന്ന അല്ലെങ്കിലും ഇന്നും നിലനിൽക്കുന്ന, പ്രത്യക്ഷത്തിലൊക്കെ നമ്മൾ മാറ്റിയ എന്താ പറയുക, ജന്മിത്വ മൂല്യങ്ങൾ പണ്ടുണ്ടായിരുന്ന, സ്ത്രീയെ എങ്ങനെ ഉപയോഗിക്കാം, എന്തും പറയാം, ആരും ചോദിക്കില്ല എന്നുള്ള ധാർഷ്ട്യവും ആ മൂല്യബോധവും അറിയാതെ നമ്മൾ കൈമാറിപ്പോകുന്നുണ്ട് നമ്മുടെ കുടുംബങ്ങളിലൂടെ. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പറയുന്നത്. എന്നാൽ ഇവിടെ ഒരു വലിയൊരു പ്രശ്നം ചർച്ച ചെയ്യുന്നു, രാഷ്ട്രീയ രംഗത്തെ ഒരു മൂല്യച്യുതിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അത് മാത്രമല്ല, ഒരു 2-3 സ്ത്രീകളെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ച ഒരു ജനപ്രതിനിധിയെക്കുറിച്ച് ഇവിടെ വളരെ ചർച്ച ചെയ്യപ്പെടുന്നു. അദ്ദേഹത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, നിയമപരമായി എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് രൂക്ഷമായി ചർച്ച നടക്കുന്ന സന്ദർഭത്തിൽ അതിനെ മറയ്ക്കാൻ വേണ്ടി വേറൊരു സ്ത്രീയെ പിടിച്ച് എന്തെങ്കിലുമൊക്കെ പ്രചരിപ്പിച്ച് കളയാം, അങ്ങനെ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും എന്ന ഒരു വളരെ സില്ലി ആയിട്ടുള്ള ഒരു ചിന്തയിൽ നിന്ന് വരുന്നതാണ്. സില്ലി തിങ്കിങ് ആണ്, വളരെ ലോ ലെവൽ തിങ്കിങ്. അതും ഇത്രയും കാലം ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിന് അതുപോലും ബോധ്യം വന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അവരുടെ എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ കോൺഗ്രസിനെ UDF-നെ എല്ലാവരും ഒന്നും മോശക്കാരെയൊന്നും കാണുന്നില്ല, നല്ല പ്രവർത്തകരുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രാദേശികമായ എത്രയോ പ്രവർത്തകർ, അവർ തന്നെ എന്നോട് ഇത് പറഞ്ഞത്, ടീച്ചർക്കെതിരെ ഒരു ബോംബ് വരുന്നുണ്ട് എന്ന് എന്നോട് പറയുന്നത് ഇവിടുത്തെ പ്രാദേശികമായൊരു നേതാവാണ്. ഞങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന, ഞങ്ങളൊക്കെ ആദരിക്കുന്ന, ഞങ്ങളൊക്കെ കുടുംബ ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് കോൺഗ്രസ്സിലെ. അപ്പോൾ എന്നോട് പറയും, ടീച്ചർ ധൈര്യമായിട്ടിരിക്കാൻ, ടീച്ചർക്കെതിരെ ഇങ്ങനെ ഒരു കാര്യം വരുന്നുണ്ട്. പക്ഷേ വരുന്നുണ്ട്, ടീച്ചർക്കെതിരെ പോസ്റ്റർ വരുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം, ധൈര്യമായിട്ടിരിക്കണം, തളർന്നു പോകരുത്. കണ്ടോ, അങ്ങനത്തെയും കോൺഗ്രസ്സുകാർ ധാരാളമുണ്ട്. പക്ഷെ അതിനപ്പുറം അധികാരം കിട്ടാൻ വേണ്ടി മത്സരമാണ്. അധികാര സ്ഥാനത്തിന് വേണ്ടി ആരെയും ഏത് വിധത്തിൽ ഉപയോഗിക്കുക. നിയമ നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, DGP-ക്ക് പരാതി കൊടുത്തു, വനിതാ കമ്മീഷന് പരാതി കൊടുത്തു. അവരതിൻ്റെ ഭാഗമായിട്ട് പോലീസ് നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നെ വിളിച്ചിരുന്നു, എന്നിൽ നിന്ന് പല കാര്യങ്ങളും അവർ ചോദിച്ച് എടുത്തിട്ടുണ്ട്. ഇത് ഏതറ്റം വരെയും ഇതൊരു രോഗമാണ്, സമൂഹത്തിലുള്ള ചില വൈകൃത മനസ്സുകളുടെ പ്രശ്നമാണ്. പക്ഷേ അതെല്ലാ മേഖലയിലുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്, എല്ലാ മേഖലയിലുണ്ട്, നമുക്കൊക്കെ ഉണ്ട് അത്. പക്ഷേ നമ്മൾ അതിനെ കറക്റ്റ് ചെയ്ത്, നമ്മൾ സാമൂഹ്യമായ സാംസ്കാരികമായ ഉയർച്ചയുടെ ഭാഗമായി കറക്റ്റ് ചെയ്ത് പോകുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ മാന്യമായി ജീവിക്കുന്നത്. പക്ഷേ ഇടയ്ക്ക് ഈ സാധനം ഏതെങ്കിലും ദുർബലാവസ്ഥ അവനവന് വരുമ്പോൾ അവനവൻ്റെ ദുർബലാവസ്ഥ പരിഹരിക്കാൻ ഈ മനസ്സിലുള്ള ഈ എന്താ പറയുക, ജീർണത അത് ഉപയോഗിക്കുകയാണ്.